ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പുതിയ ടോപ്പിക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ മീനിങ് എന്താന്ന് നോക്കാം. ബിസിനസ് ഫിനാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും അതിന്റെ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ സർട്ടൻ എമൗണ്ട് ഓഫ് മണി അല്ലെങ്കിൽ ഫണ്ട് റിക്വയർഡ് ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതായത് ദ റിക്വയർമെന്റ് ഓഫ് ഫണ്ട്സ് ബൈ ബിസിനസ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് വേരിയസ് ആക്ടിവിറ്റീസ് ഈസ് കോൾഡ് ബിസിനസ് ഫിനാൻസ്. നമുക്കറിയാം ഫിനാൻസ് എന്നുള്ളത് ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ്. അതായത് ഫിനാൻസ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. പിന്നെ നമുക്ക് നോക്കാം, അതായത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻസും അതിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മെയിൻ ആയിട്ടും കണ്ടക്ട് ചെയ്യുന്നത് സൊസൈറ്റിയുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കും. ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ആവശ്യമായിട്ട് വരുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഫണ്ടിനെയാണ് നമ്മൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. മീനിങ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോണത് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്. അതായത് ബിസിനസ് ഫിനാൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ മെയിനായിട്ടും 4 പോയിന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ടു സ്റ്റാർട്ട് എ ബിസിനസ്. അതായത് ഏതൊരു വ്യക്തിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് ക്യാപിറ്റൽ ആവശ്യമാണ്. ഇൻ ദാറ്റ് വേ ദ ബിസിനസ് ഫിനാൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദ പേഴ്സൺ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് മാത്രമല്ല അതിൽ വരുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ ഓണറിനെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഓണറിനെ അല്ലെങ്കിൽ സോൾ ട്രേഡറിനെ സംബന്ധിച്ച് ബിസിനസ് ഫിനാൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ടു മോഡേണൈസ് ഓർ എക്സ്പാൻഡ് ആൻഡ് ഡൈവേഴ്സിഫൈ ദ ബിസിനസ്. അതായത് നമ്മുടെ ബിസിനസ്സിനെ കുറച്ചും കൂടിയും വിപുലീകരിക്കാനും അത് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജീസ് ഇന്നോവേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഫിനാൻസ് അല്ലെങ്കിൽ ക്യാഷ് അത്യാവശ്യമാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു പ്രൊക്യൂർ ഫിക്സഡ് അസറ്റ്സ്. അതായത് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ മെഷീനറി ആയിക്കോട്ടെ അതൊക്കെ വാങ്ങാനായിട്ട് നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ ഫിനാൻസ് അത്യാവശ്യമാണെന്നാണ് ഇതിൽ മെയിൻ ആയിട്ടും പറയുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളമാണ് ബിസിനസ് ഫിനാൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് നമുക്ക് ഈ പോയിന്റ്സിൽ നിന്ന് ക്ലിയർ ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്. അതായത് ബിസിനസ് ഫിനാൻസ് ഏതൊക്കെ തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ടും 3 ആയിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ്, സെക്കൻഡ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, തേർഡ് വൺ ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ. ഈ 3 ഹെഡിങ്സിന്റെ ബേസിലാണ് ബിസിനസ് ഫിനാൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടു വാട്ട് ആർ ദ ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഫിനാൻസ്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് പീരീഡ് ബേസ്, ഓണർഷിപ്പ് ബേസ് ആൻഡ് സോഴ്സ് ഓഫ് ജനറേഷൻ ആണ്. ഈ 3 ഹെഡിങ്സിന്റെ കീഴിലും ഡിഫറെന്റ് ഐറ്റംസ് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് ആണ്. ഇതിൽ മെയിൻ ആയിട്ട് 3 ഐറ്റംസ് ആണ് വരുന്നത്. അതായത് ലോങ് ടേം, മീഡിയം ടേം, ഷോർട്ട് ടേം. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആണ്. ഇതിൽ മെയിൻ ആയിട്ട് 2 ഐറ്റംസ് ആണ് വരുന്നത്. അതായത് ഓണേഴ്സ് ഫണ്ട്സും ബോറോഡ് ഫണ്ട്സും. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് സോഴ്സ് ഓഫ് ജനറേഷൻ ആണ്. ഇതിന് മെയിൻ ആയിട്ടും 2 ഐറ്റംസ് ആണ് വരുന്നത്, ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. ഇനി നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പീരീഡിന്റെ ബേസിൽ എങ്ങനെയൊക്കെയാണ് സോഴ്സ് ഓഫ് ഫിനാൻസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നതാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ലോങ് ടേം ഫിനാൻസ്. ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുന്നത് ഫണ്ട്സ് റിക്വയർഡ് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ് ഫോർ എ പീരീഡ് എക്സീഡിംഗ് 5 years ആർ കോൾഡ് ലോങ് ടേം ഫിനാൻസ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ മോർ ദാൻ 5 yearsന് വേണ്ടി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മണീനെയാണ് നമ്മൾ ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുന്നത്. ലോങ് ടേം ഫിനാൻസിനെ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ എന്നോ അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ എന്നോ ഡിനോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്നത് such type of financing is required for the acquisition of fixed assets such as land, building, plant, machinery. അതായത് ഇപ്പൊ നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലോങ് ടേം ഫിനാൻസ് മെയിൻ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലാൻഡ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും ഈ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഈ ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നത് ഇഷ്യൂ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി നമുക്ക് ലോങ് ടേം ഫിനാൻസ് ബിസിനസ്സിന് വേണ്ടി റേസ് ചെയ്യാൻ പറ്റും.
ഇനി നമ്മൾ നോക്കാൻ പോണത് ഓൺ ദ ബേസിസ് ഓഫ് പീരീഡിലെ സെക്കൻഡ് ഐറ്റമായ മീഡിയം ടേം ഫിനാൻസ് ആണ്. മീഡിയം ടേം ഫിനാൻസ് എന്ന് പറയുന്നത് ഫണ്ട്സ് റിക്വയർഡ് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ് ഫോർ എ പീരീഡ് more than 1 year but less than 5 years are referred to as a medium term finance or capital. അതായത് നമ്മൾ ഓൾറെഡി കണ്ടു ലോങ് ടേം ഫിനാൻസ് മോർ ദാൻ 5 years ആണ്. പക്ഷെ മീഡിയം ടേം ഫിനാൻസ് വരുമ്പോൾ ഇത് മോർ ദാൻ 1 yearഉം ബട്ട് ലെസ് ദാൻ 5 years, അതായത് ബിറ്റ്വീൻ 1 and 5 years ആണ് ഈ മീഡിയം ടേം ഫിനാൻസിന്റെ കാലയളവ് വരുന്നത്. മീഡിയം ടേം ഫിനാൻസിനെ മീഡിയം ടേം ക്യാപിറ്റൽ എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇത് എന്തിനാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നതെന്ന്, അതായത് സച്ച് ഫണ്ട്സ് ആർ റിക്വയർഡ് ഫോർ മീറ്റിംഗ് എക്സ്പെൻസസ് ഓഫ് മോഡേണൈസേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി and introduction of a new product and adoption of new or improved methods of production and for conducting advertisement campaigns. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീനറിയുടെ മോഡിഫിക്കേഷൻസിനോ അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആക്ടിവിറ്റീസിനോ വേണ്ടിയിട്ടായിരിക്കും ഈ മീഡിയം ടേം ഫിനാൻസ് മെയിനായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മീഡിയം ടേം ഫിനാൻസ് നമുക്ക് എങ്ങനെയൊക്കെ റേസ് ചെയ്യാം അല്ലെങ്കിൽ അക്വയർ ചെയ്യാം എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. These sources include borrowings from commercial banks, public deposits, lease financing and loans from financial institutions. അതായത് മീഡിയം ടേംസ് ഫിനാൻസ് നമുക്ക് കളക്ട് ചെയ്യാം, കൊമേഴ്സ്യൽ ബാങ്ക്സിൽ നിന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റ് വഴിയോ അല്ലെങ്കിൽ ലീസ് ഫിനാൻസിങ് അല്ലെങ്കിൽ ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി നമുക്കിത് റേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണത് ഓൺ ദ ബേസിസ് ഓഫ് പീരീഡിലെ ലാസ്റ്റ് ഐറ്റമായ ഷോർട്ട് ടേം ഫിനാൻസ് ആണ്. ഷോർട്ട് ടേം ഫിനാൻസ് എന്ന് പറയുന്നത് ഫണ്ട്സ് റിക്വയർഡ് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ് ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിംഗ് 1 year ആർ റെഫേർഡ് ടു ആസ് എ ഷോർട്ട് ടേം ഫിനാൻസ്. അതായത് ഇതിൽ മെയിനായിട്ടും എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 year ആണ്. ഷോർട്ട് ടേം ഫിനാൻസിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്നും അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ദീസ് ഫണ്ട്സ് ആർ നീഡഡ് ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ് ആൻഡ് ഫോർ ഫിനാൻസിങ് കറന്റ് അസറ്റ്സ് സച്ച് ആസ് അക്കൗണ്ട് റിസീവബിൾ, ഇൻവെന്ററീസ് എക്സെട്ര. അതായത് ഷോർട്ട് ടേം ഫിനാൻസ് മെയിനായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നത് ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കറന്റ് അസറ്റ്സിന്റെ മാനേജ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. അതായത് ബിൽ പേയ്മെന്റ്സ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഇൻവെന്ററീസ് ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഷോർട്ട് ടേം ഫിനാൻസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഷോർട്ട് ടേം ഫിനാൻസ് അക്വയർ ചെയ്യാം അല്ലെങ്കിൽ കളക്ട് ചെയ്യാം എന്നാണ്, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ട്രേഡ് ക്രെഡിറ്റ്, ലോൺ ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്സ്, ഫാക്ടറിംഗ് ആൻഡ് കൊമേഴ്സ്യൽ പേപ്പർ. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതായത് ഓൺ ദ ബേസിസ് ഓഫ് പീരീഡിന്റെ ബേസിൽ ബിസിനസ് ഫിനാൻസിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലോങ് ടേം, സെക്കൻഡ് വൺ മീഡിയം ടേം, തേർഡ് വൺ ഷോർട്ട് ടേം. നെക്സ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓണർഷിപ്പിന്റെ ബേസിലാണ്. ഓണർഷിപ്പിന്റെ ബേസിൽ നമുക്ക് സോഴ്സ് ഓഫ് ഫിനാൻസിനെ മെയിനായിട്ട് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഓണേഴ്സ് ഫണ്ട്സ്, സെക്കൻഡ് വൺ ബോറോഡ് ഫണ്ട്സ്. ഓണേഡ് ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണേഡ് ഫണ്ട്സ് that are provided by the owners of an enterprise, say sole trader or a partner or shareholders of a company are known as owners funds. അതായത് ഇപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ച് അതിന്റെ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഫണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ച് പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഫണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കമ്പനീനെ സംബന്ധിച്ച് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഫണ്ടിനെ നമുക്ക് ഓണേഴ്സ് ഫണ്ട്സ് എന്ന് നമുക്ക് വിളിക്കാം. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടും ഈ ഓണേഴ്സ് ഫണ്ട്സ് റേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അക്വയർ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള വേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് റിട്ടേൺഡ് ഏർണിങ്സ് ആണ്. ഈ 2 മെയിൻ വേസിൽ കൂടെയാണ് നമുക്ക് ഓണേഴ്സ് ഫണ്ട്സ് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണത് ബോറോഡ് ഫണ്ട്സ് ആണ്. ബോറോഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഫണ്ട്സ് റേസ്ഡ് ത്രൂ ലോൺസ് ഓർ ബോറോയിങ്സ്. അതായത് ബോറോഡ് ഫണ്ട്സ് ബോറോ ചെയ്തെടുക്കുകയാണ് നമ്മൾ ലോൺസ് ആയിട്ടോ അല്ലെങ്കിൽ ബോറോയിങ്സ് ഫ്രം ദ അതർ പാർട്ടീസിൽ നിന്ന് നമ്മൾ ഫണ്ട് ബോറോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബോറോഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇതിന്റെ വേർഡിൽ തന്നെയുണ്ട് നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ല, നമ്മൾ ഫണ്ട് കടം വാങ്ങുകയാണ്, അതിനെയാണ് നമ്മൾ ബോറോഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇതിന്റെ സോഴ്സസിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ലോൺ ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ്, ട്രേഡ് ക്രെഡിറ്റ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് 2 ഐറ്റംസ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പിൽ വരുന്നത്. ഒന്ന് ഓണേഴ്സ് ഫണ്ട്സും ബോറോഡ് ഫണ്ട്സും. ഓണേഴ്സ് ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ ഓണർ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ട്സിനെയാണ് ഓണേഴ്സ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ബോറോഡ് ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളിൽ നിന്ന് ബോറോ ചെയ്തിരിക്കുന്ന ഫണ്ട്സിനെ നമ്മൾ ബോറോഡ് ഫണ്ട്സ് എന്ന് പറയും. ഇനി നമ്മൾ നോക്കാൻ പോണത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസിലെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയ സോഴ്സ് ഓഫ് ജനറേഷൻ ബേസിസ് ആണ്.
സോഴ്സ് ഓഫ് ജനറേഷൻ ബേസിസിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റേണൽ സോഴ്സസ് ആണ്. Internal sources of funds refers to funds that are generated from within the organization. നമുക്കറിയാം ഇന്റേണൽ എന്ന വേർഡിൽ തന്നെയുണ്ട്, അതായത് ആ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ഇൻസൈഡ് ദ ഓർഗനൈസേഷനിൽ വെച്ചാണ് ഫണ്ട് ജനറേറ്റ് ചെയ്യണേന്. അതിന് നമ്മൾ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നു. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എ ബിസിനസ് ക്യാൻ ജനറേറ്റ് ഫണ്ട്സ് ഇന്റേണലി ബൈ ആക്സിലറേറ്റിംഗ് ദ കളക്ഷൻ ഓഫ് റിസീവബിൾസ്, ഡിസ്പോസിംഗ് ഓഫ് സർപ്ലസ് സ്റ്റോക്ക് ആൻഡ് ത്രൂ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ്. അതായത് നമുക്ക് ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്സ് എങ്ങനെയാണ് ബിസിനസ്സിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് 3 വേസ് ആണ് പറയുന്നത്. ഒന്ന് നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ കളക്ട് ചെയ്യുന്നത് വഴി, പിന്നെ നമ്മളിൽ എക്സ്ട്രാ ഇരിക്കുന്ന സർപ്ലസ് സ്റ്റോക്ക് ഡിസ്പോസ് ചെയ്യുന്നത് വഴി നമുക്ക് എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ആണ്. ഇത് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഓഫ് പ്രോഫിറ്റ് വീണ്ടും നമ്മുടെ ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അതിന് ഇതിനെ നമ്മൾ വേറൊരു പേരും കൂടി നമ്മൾ യൂസ് ചെയ്യും, റീറ്റേൺഡ് ഏർണിങ്സ് എന്ന്. അതായത് നമ്മുടെ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അവർ വീണ്ടും നമ്മുടെ ഫേമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണതിനെയാണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ടും എക്സാമ്പിൾസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റലും റീറ്റേൺഡ് ഏർണിങ്സുമാണ്. ഇനി നെക്സ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്, അതായത് ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഔട്ട്സൈഡ് ദ ബിസിനസ്. അതായത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്സ് റെഫേഴ്സ് ടു ദോസ് ഫണ്ട്സ് ദാറ്റ് ആർ ലൈ ഔട്ട്സൈഡ് ദ ബിസിനസ്. അതായത് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് ഔട്ട്സൈഡ് പാർട്ടീസിൻ്റെ നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് നമ്മൾ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കോസ്റ്റ്ലി ആണ്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ ബോറോയിങ്സ് ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ നമ്മൾ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതായത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി കോമൺലി യൂസ്ഡ് മെത്തേഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു വാട്ട് യു മീൻ ബൈ ബിസിനസ് ഫിനാൻസ് ആൻഡ് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഫിനാൻസ്, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഇപ്പോൾ നമുക്കൊരു ഐഡിയ ആയി എന്താണ് ബിസിനസ് ഫിനാൻസ്, അല്ലെങ്കിൽ ബിസിനസ് ഫിനാൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ആയി. ഞാൻ എൻ്റെ ടോപ്പിക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ കണ്ടത് മീനിങ് ഓഫ് ബിസിനസ് ഫിനാൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് കണ്ടത്. മീനിങ്ങിൽ നമ്മൾ കണ്ടു, അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് അതിൻ്റെ വേരിയസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന ഫണ്ടിനെയാണ് നമ്മൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻസും കണ്ടക്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ് ആണ്. ഇത് മെയിനായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്നത് സൊസൈറ്റിയുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കും. ഇത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അവർക്ക് ഒത്തിരി ഫണ്ട് ആവശ്യമാണ്. ഇൻ ദാറ്റ് വേ വി ക്യാൻ സേ ദാറ്റ് ഫിനാൻസ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നമ്മൾ കണ്ടത് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്. സിഗ്നിഫിക്കൻസിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബിസിനസ് ഫിനാൻസ് ആവശ്യമാണ്. പിന്നെ നമുക്ക് ആസറ്റ്സ് പ്രൊക്യൂർ ചെയ്യാനായിട്ട് ബിസിനസ് ഫിനാൻസ് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത്, അതായത് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും മോഡേണൈസ് ചെയ്യാനും ഡൈവേഴ്സിഫൈ ചെയ്യാനും നമുക്ക് ബിസിനസ് ഫിനാൻസ് ആവശ്യമാണെന്നാണ് നമ്മൾ സിഗ്നിഫിക്കൻസിൽ കണ്ടത്. പിന്നെ നമ്മൾ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. മെയിനായിട്ടും 3 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. പീരീഡ് ബേസ്, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ. ഓൺ ദ ബേസിസ് ഓഫ് പീരീഡിൽ മെയിനായിട്ട് 3 ഐറ്റംസ് ആണ് വരുന്നത്: ലോങ് ടേം, ഷോർട്ട് ടേം, മീഡിയം ടേം. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പിൽ ഓണേഴ്സ് ഫണ്ട്സും ബോറോഡ് ഫണ്ട്സും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ കണ്ടത് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ ആണ്. അതിൽ മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്: എക്സ്റ്റേണൽ സോഴ്സസും ഇന്റേണൽ സോഴ്സസും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ടോപ്പിക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.